കോഴിക്കോട് കുറ്റ്യാടി മലയോര മേഖലകളിൽ മഞ്ഞപ്പിത്തം പടരുന്നു. കാവിലും പാറയിലും മരുതോങ്കരയിലും ഇതിനകം 100ഓളം പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി പഞ്ചായത്തുകളും ആരോഗ്യവകുപ്പും. കൂടുതൽ വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ കോഴിക്കോട് നിന്ന് ചേരുകയാണ്. രതീഷ്, അവിടെ ഇപ്പോൾ എത്രത്തോളം രോഗികൾക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുന്നത്? ഈ ഏറ്റവും ഒടുവിലായി പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ ഏത് വിധേനയാണ് നടന്നു വരുന്നത്? സംഗീത, ഈ കുറ്റ്യാടിയിലെ മലയോര മേഖലയിലെ കാവിലുംപാറ, മരുതോങ്കര, കായക്കുടി ഗ്രാമപഞ്ചായത്തുകളിലാണ് ഇപ്പോൾ മഞ്ഞപ്പിത്തം വ്യാപകമായിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാവിലുംപാറയിലെ ഒരു വീട്ടിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഭക്ഷണ സൽക്കാരത്തിനിടയിലാണ് ആദ്യം ഈ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്, ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ആരോഗ്യവകുപ്പൊക്കെ തന്നെ ആ പ്രദേശത്തെത്തുകയും ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള പരിശോധനകൾ നടത്തി. എങ്കിലും ഈ മഞ്ഞപ്പിത്തം മറ്റിടങ്ങളിലേക്കൊക്കെ പടർന്നു പിടിക്കുകയാണ്. ഇപ്പോൾ കാവിലുംപാറ, മരുതോങ്കര, കായക്കൊടി പഞ്ചായത്തുകൾ ഉൾപ്പെടെ 100ഓളം പേരാണ് ഈ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ച് മെഡിക്കൽ കോളേജ്, താലൂക്ക് ആശുപത്രി, വിവിധ സ്വകാര്യ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയിടങ്ങളിൽ ചികിത്സയിലുള്ളത്. എന്തായാലും വളരെ ജാഗ്രതയോടെ ഇരിക്കണം. വെള്ളം തിളപ്പിച്ച് മാത്രമേ കുടിക്കാവൂ എന്നാണ് ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ നൽകുന്ന നിർദ്ദേശം. വിവിധയിടങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ ഉൾപ്പെടെ വ്യാപകമായി നടത്തി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധയിടങ്ങളിൽ വീടുകൾ സന്ദർശിച്ചുള്ള ഗൃഹസന്ദർശനം ഉൾപ്പെടെ നടത്തിക്കൊണ്ട് ആരോഗ്യ പ്രവർത്തകർ ഇത് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. ഗ്രാമപഞ്ചായത്തും പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഇതിനെതിരെ പ്രതിരോധ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണം നടത്തുന്നുണ്ട്. എന്തായാലും തിളപ്പിച്ച വെള്ളം തന്നെ കഴിക്കൂ ഈ പ്രദേശത്തുള്ളവരോടെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പ്രാഥമികമായ നിർദ്ദേശം. എന്തായാലും ഇത് വളരെ വൈകാതെ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരോഗ്യവകുപ്പ്. എന്തായാലും 100ഓളം പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുണ്ട് വിവിധ ആശുപത്രികളിൽ. അത് ഗൗരവത്തോടെ തന്നെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. മാത്രവുമല്ല, മഴയുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ വ്യാപന ശേഷി കൂടാനുള്ള സാധ്യതയും ആരോഗ്യവകുപ്പ് തള്ളിക്കളയുന്നില്ല. എന്തായാലും വലിയ ജാഗ്രതയിലാണ് കുറ്റ്യാടിയിലെ മലയോര മേഖലകൾ മഞ്ഞപ്പിത്ത ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ. കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.